കേരളത്തിന്റെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഏറ്റവും അൺഹെൽത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കുഴിമാന്തിയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളത് അതൊരു കുഴിമാന്തി എന്നാണ്, സ്വന്തം കുഴി മാന്തുന്ന ഒരു സാധനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എഗെയിൻ ഞാൻ പറയുന്നത് അതിനകത്തെ മീറ്റ് അല്ല, അതിനകത്തെ ഒരു ഈ പറയുന്ന പോലെ ചിക്കൻ ഒന്നും അല്ല പ്രശ്നം. നമ്മൾ അതിലേക്ക് അഡിക്റ്റഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അതിലേക്ക് ഞാൻ സംസാരിക്കുന്ന പലരും, നിങ്ങൾ എങ്ങനെയാണെന്നല്ല, പക്ഷെ ഞാൻ സംസാരിക്കുന്ന പലരും അഡിക്റ്റഡ് ആവുന്നത് അൺലിമിറ്റഡ് റൈസിലോട്ടാണ്. അൺലിമിറ്റഡ് റൈസ് എന്നാണ്. നിങ്ങൾ ആ റൈസ് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ആ പ്ലേറ്റിൽ നിന്ന് ആ റൈസ് എടുത്ത് മാറ്റിയിട്ട് ആ പ്ലേറ്റിൽ എത്രമാത്രം എണ്ണ ബാലൻസ് ഉണ്ടാവും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പക്ഷെ യഥാർത്ഥത്തിൽ ആ മീറ്റിനോടല്ല എനിക്കുള്ള വിയോജിപ്പ്, അവിടെ നമ്മൾക്ക് കിട്ടുന്ന അൺഹെൽത്തി ആയിട്ടുള്ള റൈസിനോടാണ്, പിന്നെ യൂസ് ചെയ്യുന്ന മസാലകളോടാണ്. സോ ഈ പറയുന്ന കുഴിമന്തി ആയിക്കോട്ടെ, ഇപ്പൊ ഈ പറയുന്ന ഷവർമ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ വൺസ് ഇൻ എ വൈൽ ഇറ്റ് ഈസ് ഓക്കെ. ഇപ്പൊ കുഴിമന്തി ഞങ്ങള് ഈ കുഴിമന്തി കടയെല്ലാം പോകണം അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് മാസത്തിൽ ഒരു ദിവസമോ 2 മാസത്തിൽ ഒരിക്കലോ ഒക്കെ ഫോർ യുവർ ഒക്കേഷൻസ്, വൺസ് ഇൻ എ വൈൽ, ഈ പറഞ്ഞ ചീറ്റ് ഡേ എന്നൊക്കെ ഉള്ള പുതിയ വാക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ അനുസരിച്ച് യു ക്യാൻ ഡു ഇറ്റ്. അത് നമ്മളുടെ ഡെയിലി ഹാബിറ്റ് ആവുമ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്.